ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോടതി റിമാൻഡ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ ഇപ്പോൾ SIT സംഘം എത്തിയിരിക്കുകയാണ്. അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പോറ്റിയുമായി മായുള്ള ബന്ധം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ്, കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ദുരൂഹമായ ഇടപാടുകൾ ഉണ്ടോ എന്നതിലേക്കാണ്, തെളിവ് ശേഖരണത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. തന്ത്രിയും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കേവലം സന്നിധാനത്തുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കപ്പുറത്തേക്ക്, സ്പോൺസർ എന്നുള്ള നിലയിലേക്കപ്പുറത്ത് നേരത്തെ തന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ട്, സ്പോൺസർ എന്ന നിലയിൽ അറിയാം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. അതിലാണ് വ്യക്തത തേടാൻ ശ്രമിക്കുന്നത്. തന്ത്രിയെപ്പോലെ ഒരാളെ, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി എത്ര പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രി എന്ന സ്ഥാനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ആ നടപടിയിലേക്ക് കടന്നു എന്ന് വേണം പൊതുവെ വിലയിരുത്താൻ. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർണായകമായ മറ്റൊരു നീക്കം കൂടി ഉണ്ടാവുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ വസ്തുക്കളോ ആ വീട്ടിലുണ്ടോ എന്നതടക്കം ഈ പരിശോധനയുടെ ഭാഗമായി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബന്ധുക്കളിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് തന്ത്രിയെ മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന തുടർ നടപടി കസ്റ്റഡിയിൽ വാങ്ങി തന്ത്രിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ അറസ്റ്റിലായ ഒരുപാട് പേരുണ്ട്. പ്രതികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുണ്ട്. പോറ്റിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. മണിക്കൂറുകളോളം അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിരവധി ചോദ്യങ്ങൾക്ക് തന്ത്രിയും ഉത്തരം നൽകിയതാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ, മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നതിലടക്കം നിർണായകമായിരിക്കും തുടർന്നുള്ള നടപടികൾ. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഉയർത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇന്ന് BJP നേതാക്കളുടെ പ്രതികരണങ്ങളുടെ ആകെ തുക അത് തന്ത്രിയെ ചാരി മറ്റാരെയോ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ആണെങ്കിൽ തന്ത്രിയെ വെള്ളപൂശാൻ നിൽക്കുന്നില്ല, പക്ഷേ മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ നടപടികളുടെ ഭാഗമായി ഉണ്ടാകുന്നതെന്ന സംശയം മുന്നോട്ട് വയ്ക്കുന്ന അശ്വിൻ പാലാഴി. എന്തായാലും ഈ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളുമൊക്കെ തുടരുന്നതിനിടെ തന്നെയാണ് രാഷ്ട്രീയമായുള്ള ഒരു ഇടപെടൽ കൂടി കേസിലുണ്ടാകുന്നത്. BJPയുടെ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി ഉൾപ്പെടെയുള്ള ആളുകളാണ് വീട്ടിലെത്തി ഒരു പിന്തുണ അറിയിക്കൽ എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ തന്ത്രി കുടുംബത്തിനൊപ്പമാണ് എന്നുള്ള ഒരു കാര്യം കുടുംബത്തെ ധരിപ്പിക്കാനായി എത്തിയത്. പക്ഷേ പ്രതികരണത്തിൽ അത്ര വലിയ പിന്തുണ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൻ്റെ മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് BJP നേതാക്കൾ സംസാരിച്ചത്. ഇന്നലെ വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന അറസ്റ്റുകളിലേക്ക് SIT കടക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് BJP ഉന്നയിച്ചിരുന്നതെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് നടന്നപ്പോൾ അത് മന്ത്രിമാരെ രക്ഷിക്കാൻ തന്ത്രിയെ കരുവാക്കുന്നു എന്നുള്ള പ്രതികരണത്തിലേക്ക് അത് നീങ്ങുകയാണ്. എന്തായാലും ഇന്ന് അദ്ദേഹം BJP നേതാക്കൾ എത്തി പിന്തുണ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ തന്നെ SITയുടെ പരിശോധന അതേ വീട്ടിൽ തന്നെ നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദേവസ്വത്തിൻ്റെ ശമ്പളം കൈപ്പറ്റുന്ന ആളാണ് തന്ത്രി എന്നൊരു കണ്ടെത്തൽ ഇന്നലെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഈ തന്ത്രി അടക്കം ബാധ്യസ്ഥനാണ്. അത് അവിടെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാന കണ്ടെത്തൽ. ഈ സ്വർണ്ണപ്പാളികളടക്കം ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിൽ തന്ത്രി മൗനാനുവാദം നൽകി എന്നുള്ള ഒരു കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. എന്തായാലും അതടക്കം അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി വീട്ടിൽ നിന്ന് SIT പ്രതീക്ഷിക്കുന്നത് ഈ പോറ്റിയുമായുള്ള ബന്ധത്തിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള വേരുകൾ തന്നെയാണ്. അതിന് ഒരുപക്ഷെ ഉതകുന്ന ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയായിരിക്കാം. ബാങ്ക് അക്കൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ ഈ പോറ്റിയും തന്ത്രിയും തമ്മിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഈ തന്ത്രിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം ഈ ഒരു പരിശോധനയുമായി വീട്ടിലേക്ക് എത്തിയതിൻ്റെ പ്രധാന കാരണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താനായാൽ സാമ്പത്തിക ഇടപാടുകൾ, അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഒക്കെ ഇവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്താനായാൽ അത് കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും. നിലവിൽ അറസ്റ്റിലുള്ള റിമാൻഡിലായിരിക്കുന്ന തന്ത്രിയെ സംബന്ധിച്ച് അത് ഒരു കടുത്ത വെല്ലുവിളിയാകും, കുരുക്ക് മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്ത്രിയെപ്പോലെ ശബരിമലയെ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന റോളിൽ നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് SIT ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടാകാം. അത് അടക്കമുള്ള കാര്യങ്ങളിൽ ആധികാരികത ഉറപ്പിച്ച ശേഷമായിരിക്കും ഈ അറസ്റ്റിലേക്ക് SIT കടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ അറസ്റ്റ് നടപടികളിലേക്ക് പോയത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. കോടതിയിൽ നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും അത് സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് SIT വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും
ഈ പരിശോധന ഇനി എത്ര മണിക്കൂറുകൾ നീളും എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ ഈ കയറിപ്പോയ വലിയ ഒരു സംഘം, ഏകദേശം 7 പേരടങ്ങുന്ന സംഘമാണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക നടപടികൾ മാത്രമാണ് തുടങ്ങിയിരിക്കുന്നത്. ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കുന്ന കാര്യങ്ങളടക്കം അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഒപ്പം രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്, ഈ വീട്ടിലുള്ള മറ്റ് വസ്തുക്കൾ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ ശബരിമലയുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിൻ്റെ ഈ കേസുമായി ബന്ധപ്പെടുന്നതാണോ എന്നടക്കമുള്ള വളരെ നീണ്ട ഒരു സമഗ്രമായ പരിശോധനയായിരിക്കും വീട്ടിലുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ പരിശോധന പുരോഗമിക്കുകയാണ്. റിജിത്ത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷം എന്തെങ്കിലും അന്വേഷണ സംഘം പ്രതികരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ദേവസ്വം മാനുവലിനെ കുറിച്ച് അറിയാത്ത ആളല്ല തന്ത്രി. അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോകുമ്പോൾ അത് തടയാനുള്ള ബാധ്യത തന്ത്രിക്കുണ്ടായിരുന്നു, ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ടായിരുന്നു. അത് തന്ത്രി നിറവേറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമാണ്. അന്വേഷണ സംഘം ചില നിർണായകമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സ്വർണം മോഷ്ടിക്കാൻ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും അവസരമൊരുക്കിയത് തന്ത്രിയാണ് എന്ന നിലയിലേക്ക് ഇതിൻ്റെ അന്വേഷണ പുരോഗതി നീളുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ നിഗമനങ്ങൾ നീളുകയാണ്. കൂടുതൽ വിവരശേഖരണത്തിൻ്റെ ഭാഗമായി, തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി നിർണായക നടപടികൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.